അടിച്ച് എൻ്റെ അമ്മോ. ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയില്ല, ചെറിയൊരു വരല കേട്ടോ. ഫ്രോഗ് അടിച്ച് മടക്കി കളഞ്ഞിട്ടുണ്ട്. ഓ ചെമ്പ് അടിച്ചു. ആ ഹായ് മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ഫിഷിംഗ് ആൻഡ് ഫുഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്നത് രാവിലെ ഇവിടെ ചൂണ്ടിടാൻ വന്നാൽ കേട്ടോ. നമ്മളിത് ചൂണ്ടിടലും മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ശേഷം കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മീനും നല്ല സ്ട്രൈക്കും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കണ്ട മീനൊക്കെ എങ്ങനെ പിടിച്ചെന്നൊക്കെ കാണണ്ടേ. എന്തായാലും നേരെ ഒന്ന് പോയി കണ്ടിട്ട് കേട്ടോ. ഇതാ കേട്ടോ നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുന്ന സ്പോട്ട് കണ്ടോ. നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം ചേർമീനും വരാലൊക്കെ കിടന്ന് കളിക്കണം. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് പോകാം. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും അടിക്കുമോ നോക്കാം കേട്ടോ. എന്തായാലും ഇവിടെ കുറച്ച് തെളിവ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു മീൻ ഓടിയിട്ടുണ്ട്. അടിക്കുമോ നോക്കട്ടെ. ഒന്നുകൂടെ കാശി നോക്കട്ടെ. ഫോളോ 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 ഉണ്ടായിരുന്നോ? ഫോളോ ഫോളോ. അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു അടി വീഴാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ നിന്നൊരു ഫോളോ കിട്ടിയായിരുന്നു കേട്ടോ. ഇത് ചെറിയ വരല ഏട്ടാ. ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറകെ വന്നായിരുന്നു. ഓ അതെന്താടാ, ചെമ്പല്ലിയാണല്ലേ. നല്ല ഐറ്റം ചെമ്പല്ലി കേട്ടോ കിടന്ന് മാറിയുന്നത്. എൻ്റെ അമ്മോ, ഇതിവിടെയാണ് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പുള്ളത്. എന്തായാലും ഇവിടെ എന്തായാലും കാശി നോക്കാം കേട്ടോ. ഇവിടുന്ന് കിട്ടിയാലായി. കാശി നോക്കട്ടെ. ഓ ഫ്രോഗ്. ഓ ഫ്രോഗിൻ്റെ പരിപാടിയൊക്കെ തീരാറായി ഏകദേശം. അടിച്ച് എൻ്റെ അമ്മോ. ഉയ്യടാ, കുറച്ച് ടൈം കൊടുക്കണ്ടായിരുന്നല്ലേ. നല്ല സ്ട്രൈക്കായിരുന്നു. അത്യാവശ്യം വലിയൊരു വരലാണെന്ന് തോന്നുന്നു. പാലൊടിഞ്ഞു പോയാ? നോക്കട്ടെ നോക്കട്ടെ. എല്ലാം കൂടെ താഴെ വീഴും മിക്കവാറും. നോക്കട്ടെ കേട്ടോ. എൻ്റെ അമ്മോ, വടി കുത്തിപ്പോവും. അയ്യോ തെന്നുന്നുണ്ട് കേട്ടോ, നോക്കി വരണം. പിന്നെ വഴിയാണ്. എൻ്റെ അമ്മോ, ഇവിടെ നിന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് ഒരു കാശ് ചെയ്തല്ലോ കേട്ടോ. നമുക്കിത് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയില്ല, ചെറിയൊരു വരല കേട്ടോ. ഫ്രോഗ് അടിച്ച് മടക്കി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല ഹുക്കപ്പായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ക്യാമറ അങ്ങ് ഓഫ് ചെയ്തേ ഉള്ളൂ, അപ്പോഴേക്കും കയറി അടിച്ച്. നമുക്കിൻ്റെ ഹുക്കങ്ങ് റിമൂവ് എടുക്കാം കേട്ടോ. ഓ കവർ എടുത്തടാ. നമുക്കിനി എടുക്കണ്ട. എന്തായാലും നമുക്ക് വളർത്താൻ പറ്റിയ സാധനം കേട്ടോ. ഇവിടെ ഇതാ അത്യാവശ്യം വലുതല്ല, അത്യാവശ്യം വലുതെന്ന് പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ്. കറക്റ്റ് ക്യാമറ ഓഫ് ചെയ്ത് പഠിച്ചല്ലേ. എനിക്ക് തോന്നിയായിരുന്നു അടിക്കുമെന്ന് തോന്നിയായിരുന്നു. അമ്മ അയ്യോ ഉപ്പ് വളർത്തി പോനെ. എൻ്റെ അമ്മേ, അവിടെ നോക്കി നടക്കണേ. ഫുള്ള് കാടാടാ മൊത്തം ഉണ്ടല്ലോ. ഇവിടെ മുഴുവൻ കപ്പ നട്ടിരിക്കുക കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിൽ അവിടെ നിന്ന് ഡയറക്റ്റ് കണ്ണിലടിക്കുന്നതുകൊണ്ട്
നമുക്ക് അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ എൻഡിൽ പോയിട്ട് നമുക്ക് റിട്ടേൺ വരാം. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അയ്യോ, ഫുള്ള് ദുർഘടം പിടിച്ച വഴികളാണ് കേട്ടോ. നോക്കി നടക്കണടാ. എൻ്റെ ഇത് കണ്ടോ, ഫുള്ള് ഇതാ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടവും വെട്ടിത്തെളിച്ച ചെറിയ കാടൊക്കെ കേട്ടോ. അവിടെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടെ അതുപോലെയല്ല കേട്ടോ ഇവിടെ. ഇവിടെ എന്തായാലും നല്ല പായലൊന്നും ഇല്ലാണ്ട്, എന്നാലും മുള്ളം പായലുണ്ട് അടിയിൽ. അടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് ആറ്റത്ത് നിന്ന് ഇറങ്ങി വരാം. ഇത് ഒറ്റവരി പാലം, ഒരു പിടുത്തം പോലും ഇല്ല. വീണ് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലാണ്. എൻ്റെ അമ്മോ, ഇത് അതൊരു മോട്ടോർ വരെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ ചാല് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങി എറിഞ്ഞ് വരാം കേട്ടോ. എന്തായാലും അടിക്കാൻ നോക്കാം. അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കിടപ്പും പരുവൊക്കെ കണ്ടിട്ട് മീൻ അടിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് അങ്ങ് ട്രൈ ചെയ്ത് നമ്മൾ നിന്ന സ്ഥലമില്ലേ, നമുക്ക് അവിടം വരെ പോകാം കേട്ടോ. ഉഴുത്തവരലായിരുന്നു ഇവിടെ നിന്ന് അടിച്ചത്. ചെമ്പ് കൊള്ളാം അല്ലേ. അപ്പോൾ അടുത്ത മീനെ നാടൻ വരാല. എന്തായാലും അടുത്ത മീൻ നമുക്ക് അടിച്ചിട്ടുണ്ടേ. ആ കെട്ടിയ അതേ സൈസ് തന്നെ കേട്ടോ. അയ്യോ, നല്ല അടിയായിരുന്നു കേട്ടോ. നമുക്കിത് ഇവനും പതുക്കെ റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഫ്രോഗൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ മാറ്റിയിട്ട് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എന്തായാലും എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് നോക്കാം. എടാ, അപ്പോൾ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ടേ. ഇതാ കിട്ടിയ സൈസ് കറി കുറച്ചുകൂടെ വലുതാട്ടോ. കുഴപ്പമില്ലാത്തൊരു സൈസ്. എന്നാ കുക്കെടുത്തോ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.